8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഇരട്ട ടണൽ സാധ്യമാകാൻ വേണ്ടി പോകുന്നതോടുകൂടി കാലങ്ങളായി മനുഷ്യർ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ ഇതിനെന്ത് പരിഹാരമെന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് നമ്മളെല്ലാവരും എത്രയോ കാലമായി ചിന്തിക്കുകയാണ്. എന്താണ് ഇതിന് പരിഹാരം? എത്രയും വേഗത്തിൽ വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കാനായാൽ അതിൻ്റെ മാറ്റമുണ്ടാകുന്നത് വയനാട്, കോഴിക്കോട് ജില്ലകൾക്ക് മാത്രമല്ല, കേരളത്തിനാകെയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതിനേക്കാൾ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കുക കർണാടകയുടെ തലസ്ഥാനവും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട IT ഹബ്ബുകളിലും ഒന്നായ ബാംഗ്ലൂരിൽ എത്തിച്ചേരാനാണ്. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രകടന പത്രികയിൽ കേരളത്തിന്റെ ടൂറിസത്തിന്റെ കുതിപ്പിന് വലിയ സംഭാവന നൽകാൻ സാധിക്കുക മലബാർ ടൂറിസത്തിന്റെ സാധ്യതയെ വികസിപ്പിക്കുന്നതിലൂടെയാണെന്ന് എഴുതി വെച്ചത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത് വയനാട് ജില്ലയുടെ ടൂറിസത്തിന്റെ സാധ്യതയാണ്. ബാംഗ്ലൂരിന്റെ വീക്കെൻഡുകൾ വയനാട്ടിലേക്ക് മാറ്റാൻ വലിയ മാർക്കറ്റിംഗ് നടത്തിയതിന്റെ ഭാഗമായി വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവകാല റെക്കോർഡ് ടൂറിസ്റ്റുകളുടെ എണ്ണം പൊതുവെ കാണാൻ വേണ്ടി സാധിച്ചു. കോഴിക്കോട് ജില്ലയും ഇതിന്റെ ഗുണഭോക്താക്കളായി മാറി. കോഴിക്കോട് ജില്ലയിൽ ആഭ്യന്തര സഞ്ചാരികളുടെ വരവ് മുൻ വർഷത്തെക്കാളും 14.44% അധികമായി. വയനാട് ജില്ല കോവിഡ് കാലത്തെക്കാളും 16.21% അധികം ആഭ്യന്തര സഞ്ചാരികളെ വരവേറ്റു. വിദേശ സഞ്ചാരികളുടെ കാര്യത്തിൽ ആദ്യ 6 മാസത്തിനിടയിൽ കോഴിക്കോട് 45%, വയനാട് 24.64% വർധനവ് സാധ്യമാക്കി.